ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളിൽ RSSനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. RSSന്റെ പോഷക സംഘടനകളായ ബജറംഗ് ദളും VHPയും അടക്കമുള്ളവരാണ് അക്രമത്തിന് പിന്നിൽ. ഇനി പള്ളികൾക്കകത്തേക്കും ആക്രമണം ഉണ്ടായേക്കാം. മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കേണ്ടത് ഭരണാധികാരികളാണെന്നും ആക്രമണങ്ങൾ അപലപിക്കാനോ എതിർക്കാനോ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എന്നും കാതോലിക്ക ബാവ വിമർശിച്ചു. RSSന്റെ പോഷക സംഘടനകളായിരിക്കുന്ന ബജറംഗ് ദളും അതുപോലെ VHPയും ഒക്കെ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ വാസ്തവം. പള്ളിയുടെ പുറത്തുള്ളതായ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നശിപ്പിച്ച് അകത്ത് കയറാൻ അധികം താമസം ഇല്ല. ഇനി പള്ളിക്കകത്തുള്ള ആരാധനയിലായിരിക്കാം ഇനിയുള്ളതായ ആക്രമണം ഉണ്ടാകുന്നു. ഏത് മതത്തിലും അതിൽ മതഭ്രാന്തന്മാരുണ്ടാകാം. അത് നിയന്ത്രിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നതായ ഭരണാധിപന്മാരാണ്. അപലപിക്കുന്നില്ലെങ്കിൽ, അത് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നിശബ്ദമായിട്ട് അതിന് അംഗീകരണം കൊടുക്കുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, നമുക്കറിയാൻ കഴിഞ്ഞ കുറേ നാളുകളായി ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലയിടത്തു നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ബാവയുടെ ഒരു പ്രതികരണം? അതിരൂക്ഷമായ ഭാഷയിലാണ് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ബാവ പ്രതികരിച്ചത്. RSSന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു കാതോലിക്ക ബാവയുടെ വിമർശനം. RSSന്റെ പോഷക സംഘടനയായ VHPയും ബജറംഗ് ദളും അടക്കമുള്ള സംഘടനകളാണ് ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് കാരണം. ഇതൊരു തെറ്റായ സമീപനമാണ്. ഇതിനെതിരെ ഒരു ബോധവൽക്കരണം ആവശ്യമാണ് എന്നാണ് അദ്ദേഹം ആദ്യം പ്രതികരിച്ചത്. മതഭ്രാന്തന്മാർ നിയന്ത്രിക്കാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഭരണാധികാരികളുടെ കഴിവുകേടാണ്. ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാതെ ഭരണാധികാരികൾ മൗനം പാലിക്കുന്നത് ഇതിന് നൽകുന്ന പിന്തുണയാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ കന്യാസ്ത്രീകൾക്കും വൈദികർക്കുമെതിരെയാണ് ആക്രമണങ്ങളെങ്കിൽ ഇപ്പോൾ അത് പള്ളികൾക്കകത്തേക്കും എത്തിയിരിക്കുന്നു. കരോൾ സംഘങ്ങളെ നിയന്ത്രിക്കുവാനും അതോടൊപ്പം ക്രിസ്മസ് ആഘോഷങ്ങൾ തടയാനുമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്ന ശ്രമം. ഇതൊക്കെയും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കാതോലിക്ക ബാവ അഴിച്ചുവിട്ടത്. കോട്ടയം പനയമ്പാല പള്ളിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് ഇത്തരത്തിൽ രാജ്യത്തുണ്ടാകുന്ന ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെയും അതോടൊപ്പം പൊതുവായി മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങളെയും കാതോലിക്ക ബാവ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഭരണകൂടത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ബാവയുടെ വിമർശനമുണ്ടായത്. ഇത്തരത്തിൽ മൗനം തുടരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ഉറപ്പ് മുഴുവനായി രാജ്യത്ത് ലംഘിക്കപ്പെടുകയാണ് എന്നും കാതോലിക്ക ബാവ കൂട്ടിച്ചേർത്തു. അമൃത. ശരി ജോസി.